ഇൻഫോടെയിൻമെന്റിലേക്ക് തിരികെ സ്വാഗതം. ലോകത്തെമ്പാടുമുള്ള പ്രേതബാധയുള്ള മികച്ച 10 സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ രസകരമായ കൗണ്ട്ഡൗൺ ഇതാണ്. ഈ സ്ഥലങ്ങൾ അവയുടെ പ്രേത കാഴ്ചകൾക്കും ചരിത്രങ്ങൾക്കും അസാധാരണ പ്രവർത്തനങ്ങൾക്കും പേരുകേട്ടതാണ്. നമുക്ക് അമാനുഷിക ലോകത്തിലേക്ക് കടക്കാം. 10ാം നമ്പർ ലണ്ടൻ ടവർ, ഇംഗ്ലണ്ട്. ലണ്ടൻ ടവർ, ഇംഗ്ലണ്ട്. 1000-ലധികം വർഷത്തെ ചരിത്രമുള്ള ഈ ചരിത്രക്കോട്ട പീഡനങ്ങളുടെയും വധശിക്ഷകളുടെയും ഇരുണ്ട ഭൂതകാലത്തിന് കുപ്രസിദ്ധമാണ്. ടവറിനെ വേട്ടയാടുന്നതായി പറയപ്പെടുന്ന ഏറ്റവും പ്രശസ്തമായ ആത്മാക്കളിൽ ഒരാളാണ് ഹെൻറി രാജാവിന്റെ രണ്ടാമത്തെ ഭാര്യ ആനി ബോളിൻ. 1536-ൽ വധിക്കപ്പെട്ട വേയെ അവളുടെ പ്രേതം അവളുടെ കൈയിൽ തലവെച്ച് ഗോപുരത്തിൽ അലഞ്ഞുതിരിയുന്നത് പലപ്പോഴും കാണാറുണ്ട്. നമ്പർ 9 ഈസ്റ്റേൺ സ്റ്റേറ്റ് പെനിറ്റൻഷ്യറി, യുഎസ്എയിലെ ഫിലാഡൽഫിയയിലുള്ള ഈസ്റ്റേൺ സ്റ്റേറ്റ് പെനിറ്റൻഷ്യറി. 1829-ൽ തുറന്ന ഈ ജയിൽ ഏകാന്ത തടവ് നടപ്പിലാക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഇത് അതിലെ തടവുകാരിൽ കടുത്ത മാനസിക പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കി. തടവറ ഇപ്പോൾ ഒരു മ്യൂസിയമാണ്, എന്നാൽ നിരവധി സന്ദർശകരും ജീവനക്കാരും കേൾക്കുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു. വിചിത്രമായ മന്ത്രിപ്പുകൾ, കാൽപ്പാടുകൾ, മുൻ അന്തേവാസികളുടെ പ്രേത ദൃശ്യങ്ങൾ പോലും. 8ാം നമ്പർ ഓക്കിഗഹാര വനം, ജപ്പാൻ. ആത്മഹത്യ വനം എന്നും അറിയപ്പെടുന്ന ജപ്പാനിലെ ഓക്കിഗഹാര വനം. ഫുജി പർവ്വതത്തിന്റെ അടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ നിബിഡ വനം വർഷങ്ങളായി നിരവധി ആത്മഹത്യകളുടെ സ്ഥലമാണ്. മരിച്ചവരുടെ ആത്മാക്കൾ വനത്തെ വേട്ടയാടുന്നതായി പറയപ്പെടുന്നു. കൂടാതെ പല സന്ദർശകരും നടക്കുമ്പോൾ അമിതമായ സങ്കടവും അസ്വസ്ഥതയും അനുഭവപ്പെടുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ വളച്ചൊടിച്ച മരങ്ങൾ. നമ്പർ 7 ദി മർട്ടിൽസ് പ്ലാന്റേഷൻ, യുഎസ്എയിലെ ലൂസിയാനയിലെ മർട്ടിൽസ് പ്ലാന്റേഷൻ. 1796-ൽ നിർമ്മിച്ച ഈ തോട്ടം അമേരിക്കയിലെ ഏറ്റവും പ്രേതബാധയുള്ള വീടുകളിൽ ഒന്നാണെന്ന് കിംവദന്തിയുണ്ട്. മുൻ അടിമയായിരുന്ന ക്ലോയുടെ പ്രേതം തോട്ടത്തെ വേട്ടയാടുന്നുവെന്ന് ഐതിഹ്യമുണ്ട്. യജമാനന്റെ കുടുംബത്തെ വിഷം നൽകിയ ശേഷം മറ്റ് അടിമകൾ കൊലപ്പെടുത്തി അവളുടെ പ്രേതത്തെ പച്ച തലപ്പാവിൽ കണ്ടതായി സന്ദർശകർ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നു. നമ്പർ 6 പോവെഗ്ലിയ ദ്വീപ്, ഇറ്റലി. പോവെഗ്ലിയ ദ്വീപ്, ഇറ്റലി. വെനീസിനടുത്തുള്ള ഈ ചെറിയ ദ്വീപിന് പ്ലേഗ് ബാധിതർക്കുള്ള ഒരു ക്വാറന്റൈൻ സ്റ്റേഷനായും പിന്നീട് മാനസിക അഭയകേന്ദ്രമായും ഒരു ഭീകരമായ ചരിത്രമുണ്ട്. 100,000-ലധികം ആളുകൾ ദ്വീപിൽ മരിച്ചു. അവരുടെ വിശ്രമമില്ലാത്ത ആത്മാക്കൾ ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങളെ വേട്ടയാടുന്നു. ദ്വീപ് വിനോദസഞ്ചാരികൾക്ക് നിരോധനമാണ്, പക്ഷേ അവിടെ പോയവർ നിലവിളി കേൾക്കുന്നുവെന്നും അടിച്ചമർത്തുന്ന അന്തരീക്ഷം അനുഭവപ്പെടുന്നുവെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. 5ാം നമ്പർ ദി ക്വീൻ മേരി, യുഎസ്എ. കാലിഫോർണിയയിലെ ലോങ് ബീച്ചിലുള്ള ക്വീൻ മേരി. ഇപ്പോൾ ഒരു ഹോട്ടലായ ഈ റിട്ടയേർഡ് ഓഷ്യൻ ലൈനറിൽ വിമാനത്തിൽ മരിച്ച യാത്രക്കാരുടെയും ജോലിക്കാരുടെയും ആത്മാക്കൾ വേട്ടയാടുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ഏറ്റവും പ്രശസ്തമായ പ്രേതങ്ങളിലൊന്ന് ഒരു പെൺകുട്ടിയുടേതാണ്. കപ്പൽ കുളത്തിൽ മുങ്ങിമരിച്ച ജാക്കി. പതിറ്റാണ്ടുകളായി കുളം വറ്റിയിട്ടും അവളുടെ ചിരിയും വെള്ളമൊഴിക്കലും പലപ്പോഴും കേൾക്കാറുണ്ട്. 4ാം നമ്പർ ചാറ്റോ ഡി ബ്രിസാക്, ഫ്രാൻസ്. ചാറ്റോ ഡി ബ്രിസാക്, ഫ്രാൻസ്. ലോയർ താഴ്വരയിലെ ഈ മഹത്തായ കൊട്ടാരം 15ാം നൂറ്റാണ്ടിൽ ഭർത്താവിനാൽ കൊല ചെയ്യപ്പെട്ട ഷാർലറ്റ് ഡി ബ്രേസിയാണെന്ന് കരുതപ്പെടുന്ന ഗ്രീൻ ലേഡിയുടെ പ്രേതമാണ്. ഒരു പച്ച വസ്ത്രത്തിൽ കോട്ട അവളുടെ ഞരക്കങ്ങൾ രാത്രിയിൽ ഹാളുകളിൽ പ്രതിധ്വനിക്കുന്നത് കേൾക്കാം. നമ്പർ 3 പുരാതന റാം ഇൻ ഇംഗ്ലണ്ട്. പുരാതനമായ റാം സത്രം, ഗ്ലൗസെസ്റ്റർഷെയർ, ഇംഗ്ലണ്ട്. 1045-ൽ നിർമ്മിച്ച ഈ സത്രം ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രേതബാധയുള്ള സ്ഥലങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇത് പുറജാതീയ ആചാരങ്ങളുടെയും കുട്ടികളുടെ ബലികളുടെയും സ്ഥലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. നിരവധി ആളുകൾ കണ്ടതായി സന്ദർശകർ അറിയിച്ചു. സ്തംഭത്തിൽ ചുട്ടുകൊന്ന മന്ത്രവാദിനി ഉൾപ്പെടെയുള്ള ആത്മാക്കൾ സത്രത്തിന്റെ നിലവിലെ ഉടമ വർഷങ്ങളായി എണ്ണമറ്റ അസാധാരണ പ്രവർത്തനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്പർ 2 ഭാൻഗർ കോട്ട, ഇന്ത്യ. ഭംഗാർ ഫോർട്ട്, രാജസ്ഥാൻ, ഇന്ത്യ. 17ാം നൂറ്റാണ്ടിലെ ഈ കോട്ട ശാപങ്ങളുടെയും അസാധാരണ പ്രവർത്തനങ്ങളുടെയും ഐതിഹ്യങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. പ്രാദേശിക ഐതിഹ്യമനുസരിച്ച് പ്രാദേശിക രാജകുമാരിയുമായി പ്രണയത്തിലായ ഒരു മന്ത്രവാദിയാണ് കോട്ടയെ ശപിച്ചത്. ഇന്ന് കോട്ട തകർന്ന നിലയിലാണ്. സൂര്യാസ്തമയത്തിന് ശേഷം സന്ദർശകരെ അനുവദിക്കില്ല. 1ാം നമ്പർ മോണ്ടെ ക്രിസ്റ്റോ ഹോംസ്റ്റെഡ്, ഓസ്ട്രേലിയ. മോണ്ടെ ക്രിസ്റ്റോ ഹോംസ്റ്റെഡ്, ന്യൂ സൗത്ത് വെയിൽസ്, ഓസ്ട്രേലിയ. 1885-ൽ നിർമ്മിച്ച ഈ ചരിത്രപരമായ വീട് ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രേതബാധയുള്ള സ്ഥലമാണെന്ന് പറയപ്പെടുന്നു. നിരവധി താമസക്കാരുടെയും ജോലിക്കാരുടെയും മരണങ്ങൾ ഉൾപ്പെടെ ദാരുണമായ ചരിത്രമാണ് ഈ ഹോംസ്റ്റേഡിന് ഉള്ളത്. സന്ദർശകരും ഉടമകളും നിരവധി പ്രേത ദൃശ്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു കെയർടേക്കർ കൊല്ലപ്പെട്ടു.
നിങ്ങൾ ഒരു സന്ദേഹവാദിയോ വിശ്വാസിയോ ആകട്ടെ, ഈ പ്രേതബാധയുള്ള സ്ഥലങ്ങൾ ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഭാവനയെ കീഴടക്കി. അവരുടെ കഥകൾ മറക്കാൻ വിസമ്മതിക്കുന്ന ചരിത്രത്തിന്റെ ഇരുണ്ടതും നിഗൂഢവുമായ ഭാഗങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഈ വിചിത്രമായ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി.